Hi friends, Boni Analyticsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വ്യൂസിനെ കുറിച്ചാണ്. വ്യൂസ് അഡ്വാൻസ് BigQueryയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് വ്യൂസ്. ഓക്കെ. Views is a virtual table based on a SQL query അല്ലെങ്കിൽ BigQuery. Okay. It doesn't store ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നില്ല യൂസ് ചെയ്തിട്ട് query ചെയ്താൽ. ഓക്കെ. ആൻഡ് റെഫറൻസ് ദ റിസൾട്ട് ഓഫ് ദ query അറ്റ് റണ്ണിങ് ടൈം. നമ്മൾ query സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് വ്യൂസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വ്യൂസിൻ്റെ BigQueryയിൽ എങ്ങനെ വ്യൂസ് ഉപയോഗിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഉദാഹരണത്തിന് ഇത് നമ്മൾ നേരത്തെ CT യൂസ് ചെയ്ത അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, query തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ. ഇതിൽ ഇതെങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എന്താക്കും, ഒരു സെലക്റ്റിൻ്റെ ഉള്ളിൽ ഒരു query ചെയ്തു. എന്നിട്ട് അതിൽ വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ സെലക്ടിൻ്റെ ഉള്ളിൽ CP മാർക്കറ്റ് ഡേറ്റ്, CMD മാർക്കറ്റ് ഇയർ, മാർക്കറ്റ് വീക്ക്, മാർക്കറ്റ് ഡേ, പിന്നെ റൗണ്ട് ചെയ്തിട്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട്, സം ഓഫ് ക്വാണ്ടിറ്റി CP ഡോട്ട് ക്വാണ്ടിറ്റി ഇൻറ്റു CP കോസ്റ്റ് കസ്റ്റമർ ക്വാണ്ടിറ്റി ആ സെയിൽസ് എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഫ്രം ഫാർമർ ഡാറ്റ കസ്റ്റമർ പർച്ചേസ് എന്നാണ് ഞാൻ എടുത്തത്. ഓക്കെ. CP പിന്നെ ലെഫ്റ്റ് ജോയിൻ കൊടുത്തിട്ട് ഫാർമർ ഡാറ്റ മാർക്കറ്റ് ഡേറ്റ് ഇൻഫോ MD ആക്കി എടുത്ത്. പിന്നെ ഓൺ സ്റ്റേറ്റ്മെന്റ് CP ഡോട്ട് മാർക്കറ്റ് ഡേറ്റ്, അതുപോലെ തന്നെ MD ഡോട്ട് മാർക്കറ്റ് ഡേറ്റ് ഗ്രൂപ്പ് ആയി എടുത്തിട്ടുണ്ട്. CP ഡോട്ട് മാർക്കറ്റ് ഡേറ്റ് ഗ്രൂപ്പ് ചെയ്തിട്ട് ഈ നോൺ അഗ്രിഗേറ്റ് ഫംഗ്ഷനിൽ യൂസ് ചെയ്ത കോളംസ്, അതായത് CP ഡോട്ട് മാർക്കറ്റ് ഡേറ്റ്, മാർക്കറ്റ് ഇയർ, മാർക്കറ്റ് വീക്ക്, മാർക്കറ്റ് ഡേ ഗ്രൂപ്പ് ചെയ്ത്. പിന്നെ ഓർഡർ ബൈ CP ഡോട്ട് മാർക്കറ്റ് ഡേറ്റ്, മാർക്കറ്റ് ഇയർ, മാർക്കറ്റ് വീക്ക്, മാർക്കറ്റ് ഡേ, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ ഇത് റൺ ചെയ്യാം. ഈ സ്റ്റേറ്റ്മെന്റ് ഞാൻ റൺ ചെയ്താലും എനിക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടും. നോക്കിക്കോളൂ, കണ്ടോ, ഈ ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. മനസ്സിലല്ലേ? ഈ ടേബിളാണ് മാർക്കറ്റ് ഡേറ്റ്, മാർക്കറ്റ് ഇയർ, മാർക്കറ്റ് വീക്ക്, അതുപോലെ തന്നെ മാർക്കറ്റ് സെയിൽസ്, കറസ്പോണ്ടിങ് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് ഇത് റൺ ചെയ്താൽ കിട്ടുക. ഇനി നമ്മൾ വ്യൂസ് എങ്ങനെ യൂസ് ചെയ്യില്ലെന്ന് നോക്കാം. ഇതിൻ്റെ ആദ്യം സ്റ്റേറ്റ്മെന്റ് വ്യൂസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതാ, ഞാൻ ആദ്യം വ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്തണം. ക്രിയേറ്റ് വ്യൂ എന്ന് ചെയ്തു. ക്രിയേറ്റ് വ്യൂ എന്നിട്ട് അതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ട് ഏത് ടേബിളിലാണോ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഫാർമർ ഡാറ്റ റെഫ് ടേബിൾ, ഫാർമർ ഡാറ്റ എന്നുള്ള ടേബിളിൽ നമ്മൾ എടുക്കുന്നത് ഞാനിവിടെ എഴുതി കാണിക്കാം. ഓക്കെ. പുതിയതൊന്നും എഴുതാം. ഓക്കെ. ക്രിയേറ്റ് വ്യൂ, പിന്നെ ഫാർമർ ഡാറ്റ, ഡോട്ട്, ഇനി ഫാർമർ ഡാറ്റ ഇത് ഈ മുകളിലത്തെ ഞാൻ ഒഴിവാക്കുന്നു.
create view farmer data. ഇത് farmer data എന്നാണ് ഏത് ടേബിൾ ആണോ ആ ടേബിളിന്റെ നെയിം എഴുതുക. ഓക്കെ, farmer data ഡോട്ട് പിന്നെ നമ്മൾ വ്യൂസിന്റെ നെയിം എഴുതുക. ഇവിടെ ഞാൻ എഴുതുന്നത് ഫൈനൽ വ്യൂ. ഓക്കെ, ഫൈനൽ വ്യൂ. എന്നിട്ട് ഇത് ഒറ്റ മിനിറ്റ്, ഫാർമർ ഡാറ്റ എടുക്കുക. എന്നിട്ട് ഡോട്ട് ഇട്ട്. ഇനി ഇവിടെ ഞാൻ എൻ്റെ വ്യൂസിൻ്റെ നെയിം ഇതാണ് ഫൈനൽ വ്യൂ. എന്നിട്ട് ഇവിടെ നമ്മൾ എസ്കേപ്പിൻ്റെ നേരെ ടേബിളിൻ്റെ നെയിം മുകളിലുണ്ടാവും ഒരു ചിഹ്നം, അതിവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് വ്യൂസ് അല്ല, then ഓപ്പൺ ദ ബ്രാക്കറ്റ് ചെയ്യുക. ക്ലോസ് ചെയ്യേണ്ടത് നേരത്തെ ആ കോഡ് തീരുന്നിടത്താണ്. ഇവിടെ ക്ലോസ് ഉണ്ട്, ഞാൻ ഒന്നുകൂടി പുതിയ നേരത്തെ തന്നെയാണ്. ഓക്കെ, ഇവിടെ ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇത് റൺ ചെയ്ത് നോക്കുക. ഇത് ഒന്നിച്ച് റൺ ചെയ്യാം. അപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്താ എഴുതിയത്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ക്രിയേറ്റഡ് ന്യൂ വ്യൂ നെയിംഡ് ഫൈനൽ വ്യൂ. അപ്പോൾ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വ്യൂസിൽ ഇതിന്റെ പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താക്കൂല, കോഡ് ടേബിൾ സ്റ്റോർ ചെയ്തില്ല, ടേബിൾ സ്റ്റോർ ചെയ്യില്ല. ഇനി ഞാൻ ഇവിടെ പുതിയ ഇത് എഴുതുന്ന എന്താ പറയല്, ഞാനിവിടെ പുതിയൊരു വ്യൂവിന് എനിക്ക് ഈ ടേബിളിലുള്ള സാധനത്തിൽ നിന്ന് എനിക്ക് വ്യൂസിൽ നിന്ന് എനിക്ക് എന്താക്കണം, ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്ത് മാർക്കറ്റ് ഇത് മാർക്കറ്റ് ഡേറ്റ്, സെയിൽസ്, പിന്നെ അതേപോലെ തന്നെ ഫാർമർ ഡാറ്റ റഫ് ടേബിളാണ്. ഇതെല്ലാം വ്യൂസ് നമ്മൾ ഇത് നേരത്തെ ഇത് ഓൾറെഡി ഒരു വ്യൂ ഉണ്ട് ഇവിടെ. ഞാൻ ഇതിന് പകരം നമ്മൾ പുതിയ ടേബിളിൻ്റെ ഇത് എവിടെ നിന്നാണോ എനിക്ക് ഡാറ്റ വേണ്ടത് അത് വ്യൂസ് എന്നാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ എഴുതുന്നു ഫാർമർ ഡാറ്റ ഫൈനൽ വ്യൂ അല്ല, അതിവിടെ ഉണ്ടാവും. നോക്കാം. ഫൈനൽ വ്യൂ ഇതെടുത്തു. ദെൻ വേർ സെയിൽസ് ബിറ്റ്വീൻ 80 and 85. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് റൺ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഔട്ട്പുട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വ്യൂസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, വ്യൂസ് ആകുമ്പോൾ നമുക്ക് നേരത്തെ CTയിൽ നമ്മൾക്ക് കോഡ് റൺ ചെയ്യുമ്പോൾ എന്താക്കേണ്ടിയിരുന്നു, ഈ CT എന്നുള്ള കോഡ് വിത്ത് ഉള്ള കോഡും കൂടിയും എന്താക്കേണ്ടിയിരുന്നു, റൺ ചെയ്യേണ്ടിയിരുന്നു. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, വെറും വ്യൂസ് മാത്രം, ആ കോഡ് മാത്രം റൺ ചെയ്താൽ അത് ഓട്ടോമാറ്റിക് നമ്മളെ പാരന്റ് കോഡിന് എന്താക്കിക്കോളും, അതിന് ഇന്റർണലി റൺ ചെയ്തോളും. അപ്പോൾ അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഉണ്ടോ? അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ ഇത് ഓൾറെഡി ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും വ്യൂസ്. നമ്മൾ ഫാർമർ മാർക്കറ്റേഴ്സിൽ ഫൈനൽ വ്യൂ ഉണ്ടാവും. വ്യൂസ് എന്നുള്ള റഫ് ടേബിൾ കൂടെ ഉണ്ട്. ഫൈനൽ വ്യൂസ് കൂടെ നമുക്ക് ഡാറ്റ ഉണ്ടാവില്ല, ആ വ്യൂസ് ആയിട്ട് ആ കോഡ് മാത്രം ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.